സബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോ ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോ അതായത് PSC പഠിക്കുന്ന, അതായത് ജനറൽ PSC എഴുതുന്ന ഏതൊരു കുട്ടികൾക്കും, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എക്സാംസ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്നതാണ്. അതിലൊരു ടോപ്പിക്കാണ്, ഒരു 10 മാർക്കിന്റെ ഒരു ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സൈബർ ലോ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ വാക്കുകൾ, അതിനോട് അനുബന്ധിച്ച് നമ്മൾ പഠിക്കാനുള്ള എല്ലാ വാക്കുകളും അതിന്റെ അബ്രിവിയേഷനും, അതായത് ലെറ്ററുകളും അതിന്റെ അബ്രിവിയേഷൻസുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് എല്ലാവരും ഓരോ വേർഡുകളും അതിന്റെ അബ്രിവിയേഷനും ഇന്ന് തന്നെ, വളരെ ചെറിയൊരു വീഡിയോ ആണ്, വളരെ കുറച്ച് വാക്കുകളുള്ളൂ, അത് മുഴുവൻ നമ്മൾ ഇന്ന് തന്നെ ബൈ ഹാർട്ടാക്കുക. അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഇതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ANSI എന്ന് വെച്ചാൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ANSI. അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ASCI അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ASCI അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. ASCI അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച്. BIOS ബയാസ് എന്ന് പറയും, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബയാസ് എന്നാണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. BIOS ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. BIT ബൈനറി ഡിജിറ്റ്. BIT എന്നാണ് ബൈനറി ഡിജിറ്റ്. BMP ബിറ്റ്മാപ്പ് ഇമേജ്. BMP ബിറ്റ്മാപ്പ് ഇമേജ്. ENIAC ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ. ENIAC ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ. ENIAC എന്നാണ് ENAC ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. GIF ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. GIF ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. GIF ഗ്രാഫിക് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ലാംഗ്വേജ്. ട്രാൻസ്ഫർ ലാംഗ്വേജ് ആണ് HTTP. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ലാംഗ്വേജ് HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ ലാംഗ്വേജ്. IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. IBM ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ. IMEI ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി. IMEI ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി. IMEI ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി. ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. JPEG ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ്. JPEG ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ്. JPEG ജോയിന്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പെർട്ട് ഗ്രൂപ്പ്. മോഡം മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. മോഡം മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. മോഡം മോഡുലേറ്റർ ഡിമോഡുലേറ്റർ. MPEG മൂവിംഗ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. MPEG മൂവിംഗ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. MPEG മൂവിംഗ് പിക്ചർ എക്സ്പെർട്ട് ഗ്രൂപ്പ്. PDF പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. PDF പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. PDF പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. പോസ്റ്റ് POST പോസ്റ്റ് നമ്മുടെ സാധാരണ തപാലല്ല കേട്ടോ. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. POST പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്. PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്.
PNG, പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്സ്, OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. SIM, subscriber identity module, SIM, subscriber identity module, SIM, subscriber identity module. SIMS, short message service, SIMS, short message service, SIMS, short message service. TCP/IP, transmission control or internet protocol, TCP/IP, transmission control or internet protocol, TCP/IP, transmission control or internet protocol. TIFF, tagged image file format, TIFF, tagged image file format, TIFF, tagged image file format. UNIVAC, universal automatic computer, UNIVAC, universal automatic computer, UNIVAC, universal automatic computer. URL, uniform resource locator, URL, uniform resource locator, URL, uniform resource locator. USB, universal serial bus, USB, universal serial bus, USB, universal serial bus. Virus, viral information resource under siege, virus, viral information resource under siege, virus, viral information resource under siege. WWW, World Wide Web, WWW, World Wide Web, WWW, World Wide Web. ഞാനിപ്പോ ഇത്ര എടുത്ത കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിത്യോപയോഗമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാവരും നമ്മൾ ഇതിന്റെ അബ്രിവിയേഷൻസ് ഫുള്ള് നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടെണ്ണോ ഒക്കെ വെച്ച് കാണാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക. നമ്മൾക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരും ക്ലാസ്സുകളായിട്ട് പഠിക്കാം. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അത് നിങ്ങൾ ബൈഹാർട്ടായിട്ട് ഇന്ന് തന്നെ എഴുതി പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പൊ ഞാൻ പ്രത്യേകം പറയാം, ഇത് ജനറൽ PSC ആയാലും കോപ്പറേറ്റീവ് PSCയുടെ ഏത് എക്സാമിനായാലും സൈബർ ലോ അതുപോലെ IT എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ്. ഞാൻ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ബൈഹാർട്ടാക്കി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകളും റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളുമായിട്ട് എല്ലാം കഴിയുമ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും കഴിയുമ്പോൾ അവസാനം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അതോടുകൂടി നമുക്ക് സൈബർ ലോ ആൻഡ് IT എന്നുള്ള 10 മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ദിവസം തന്നെ കാണാം. ഓക്കെ, താങ്ക് യു. അതോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്റെ ക്ലാസ്സുകൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.